അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീട് വിട്ട് പോകുന്നില്ല, ചെറിയൊരു ഫോട്ടോഷൂട്ടുണ്ട്. ലച്ചുവിൻ്റെയും പാറുണ്ട്. അപ്പോൾ നാളെ ഞങ്ങൾ ലച്ചുവിൻ്റെയും പാറിൻ്റെയും മുടി മുട്ടയടിക്കാൻ പോവാം. അതിന് മുമ്പുള്ള ഇതാ. അപ്പോൾ നാളെ ഞങ്ങൾ ലച്ചുവിൻ്റെയും പാറിൻ്റെ മുടി മുട്ടയടിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് ഉഷാറാക്കത്തുള്ളൂ. ഫോട്ടോ ആൽബം എടുക്കാൻ പോകും. അപ്പോൾ ഫോട്ടോ ഷൂട്ട് ഇവിടെ പിടിച്ചോ വീടാ, ഇവിടെ പിടിച്ചോ ഇതാ പിടിച്ചിറങ്ങി നാളാ നീ പിടിടാ പിടി വീണേനോ. മലങ്കാവ് പള്ളി. ലക്ഷ്യം പറഞ്ഞ സുന്ദരി കുട്ടികളെ അവർ 5 പേരുണ്ട്. 5 മണിക്ക് വരാനോ? 5 മണിക്ക് വരാനോ? അപ്പോഴത്തേക്ക് ഇരുട്ടത്തില്ലേ? അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്തൊരു പള്ളിയാണ്, മലങ്കാവ് പള്ളി. അപ്പോൾ ഇവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെ ഇവിടെ ഒരു കനാലുണ്ട്, കനാലിൻ്റെ അവിടെ കുറച്ച് നല്ല സ്ഥലമുണ്ട്. അവിടെ പോയി ഫോട്ടോ എടുക്കണം. പറഞ്ഞു വെക്കുന്നത് ഉഷാറായിട്ടിരിക്കുന്നു. ഇറങ്ങിക്കോ, ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് ഇവിടെയാണ് വന്നത്. നമ്മളെ ഇപ്പം സ്റ്റുഡിയോക്കാരനെ വിളിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വരാനാണ് പറഞ്ഞത്. ഇപ്പോൾ വന്നിട്ട് നമ്മൾ 1 മണിക്കൂറായി. സ്റ്റുഡിയോക്കാരൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ സമയം 6 മണിയായി. 6:30 ആകുമ്പോഴത്തേക്കും നേരെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോഷൂട്ട് നടക്കത്തില്ല. ലച്ചുവിൻ്റെ പാർക്ക് അപ്പോൾ സ്റ്റുഡിയോക്കാരനെ നോക്കി ഇരുന്ന് മോശം ലച്ചും പാറും. ഇന്ന് ഫോട്ടോ എടുപ്പ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിളിച്ചിട്ട് പാളം എടുക്കുന്നില്ല. നോക്കാം, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. താങ്ക് വാടാ. അപ്പോൾ റോഡിൽ പോലെ അപ്പോൾ നമ്മളെ ഫോട്ടോ എടുക്കാൻ ആവശ്യമുണ്ട്. ചെറിയൊരു ഫോട്ടോഷൂട്ട് ലച്ചു പാറു. നമ്മുടെ ഫോട്ടോഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട്. ലച്ചും പാറു നിൽക്കുന്നില്ല. ശരിക്കാ ശരി കൈ കെട്ടിപ്പിടിച്ച് ഇങ്ങോട്ടൊക്കെ ഓക്കെ. ഇങ്ങോട്ട് നോക്കടാ, അച്ചാച്ചി നോക്ക്. ഒരാളങ്ങ് പിരിക്കകത്തോട്ട് കയറി കെട്ടി കഴിയാത്ര മോനെ. അങ്ങനെ ചിരിച്ചേ അങ്ങോട്ട് മാറി. ഇങ്ങോട്ട് മാറും മോനെ. അങ്ങനെ വെരി ഗുഡ്.
അമ്മ ഇപ്പുറത്തേ തിരിച്ചോ അങ്ങനെയൊക്കെ മതി. പറഞ്ഞു പിടിച്ചോ വെച്ചിട്ട് കൈ താത്തര്. ആ ഇങ്ങോട്ട് നീക്ക് നീക്ക്. ആ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കൈ താത്തര്. കൈ താത്തറാ. ആ പൂച്ച എന്ന് പറഞ്ഞാൽ ഓടുവോളൂ. അപ്പൊ പിടിപ്പിക്കാൻ ഞാൻ പറയാം. ഉമ്മ കൊടുക്കാം കേട്ടാ. മറ്റോ പിടിച്ചട്ടെ. ഇങ്ങോട്ട് നീക്കിയെടുത്താ ഇങ്ങോട്ട് നീക്കിയെടുത്താ ഇങ്ങോട്ട് നീക്കി. കാണത്തില്ല ലച്ചുനെ കാണുന്നില്ല. ഇങ്ങോട്ട് നീങ്ങി വെച്ച് പറഞ്ഞേക്കുക. ആ കൈ വായിന്നെടുക്ക് രണ്ടുപേരും കൈ താഴെ കൈ താത്തര്. ചിരിച്ചേ ഇങ്ങോട്ട് നീങ്ങി ലച്ചുവെ. മാമനെ നോക്ക്. അപ്പൂപ്പനെയാ നോക്കുന്നത്. ചിരിക്ക് ചിരിക്ക്. കൈ ഇങ്ങനെ നോക്കുമനെ. ഇങ്ങോട്ട് നോക്ക്. അപ്പൂപ്പനെ കണ്ടോ. അപ്പൂപ്പനെ വാങ്ങി ഫോട്ടോ എടുത്ത് നടക്കും. വൈകുന്നേരം ആകുമ്പോൾ സമയം പരിമിതിയാണ്. അതിനുള്ളിൽ കുറച്ച് ഫോട്ടോസ് നമുക്ക് എടുക്കണം. നാളെ രാവിലെ പോയിട്ട് മുടി മുട്ട അടിക്കണം മുരുകൻ്റെ അമ്പലത്തിൽ പോയിട്ട്. ആ വഴക്കുണ്ടാക്കല്ലോ. അവിടെ നിർത്തിക്കും. നിർത്തി. ഇയാൾ പിടിക്കാൻ പോകാതെ കൂടുതൽ. ഇയാൾ അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞോ കാക്കാടി. നീ ഇയാളിങ്ങ് വാ. ഇങ്ങോട്ട് വയ്ക്കേ. ഇങ്ങോട്ട് വയ്ക്കേ. പാറു മൂച്ചാട്ടയാ. ഇത് വെള്ളം കൊടുക്കാം. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോയിൽ പോവാം. ഓട്ടോ കയറത്തില്ല ഞാൻ. ഫോട്ടോ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോയിൽ പോവേ. തിരിച്ചേ ചേട്ടൻ നോക്കി. ചേട്ടാ ഞങ്ങള് ഫോട്ടോ എടുത്ത് മുട്ടായി തരുന്നു ചേട്ടാ. തിരിച്ചേ ചിരിയടാ. ഇങ്ങോട്ട് വെച്ചുമാനെ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് ചിരിച്ചേ. വെച്ചുട്ടാ. ടെൻഷനില്ല. കുഴപ്പമില്ല. അതും കാണാൻ സൗന്ദര്യമുണ്ട്. മേടെ ഇളയോ ഇളയോ. അമ്മ ഇവിടെ ഇരിക്കും കേട്ടോ. അമ്മ ഇരിക്കുന്ന ഫോട്ടോ എടുക്കണേ. ആ അങ്ങനെ ആ ചേട്ടൻ നോക്ക്. നിർത്തി നിൽക്കുമാനെ കെട്ടിപ്പിടിച്ചേക്ക്. ഒരാൾ കരഞ്ഞു. അവളങ്ങനെ ഇപ്പൊ മാറും. വെച്ച് പറയുന്നുണ്ടോ. കെട്ടിപ്പിടി വേണം. ഉമ്മ കൊടുക്ക്. പണിയാ. ഒരു ഫോട്ടോ എടുക്കാണ്ട് ലച്ചു പണി കേക്കണ്ട. അടുത്ത എടുത്തോണ്ടല്ലോ. ചിരിക്കടാ.
ചിരിക്കാൻ കേട്ടോ. രണ്ടാമത്തെ ഷോട്ട് പോകല്ല. ഈ ചരിഞ്ഞു നീ വേണ്ടി ഞാൻ ചേട്ടൻ ജ്യൂസ് മേടിക്കും. ഇവരുണ്ട് ഞങ്ങൾ ഇവർക്കും പോടും. ഇവിടെ ചള്ളക്ക് ചള്ളക്ക് പോലെ നെറ്റിങ് മതി. പറഞ്ഞിട്ട് ചേച്ചി തിരിഞ്ഞു പോയ ചേട്ടൻ ചേട്ടനോ നിങ്ങൾ തോളത്തോട്ട് ഇങ്ങനെ അതുണ്ടോ സ്റ്റാർ എത്ര വീഡിയോ എടുത്ത ഇതിനകത്ത് നോക്കണം എന്ന് പറഞ്ഞല്ലേ, പിന്നെ ഇതിന് അങ്ങോട്ടൊക്കെ നോക്കുന്നേ. അടുത്ത് ഉൾപ്പെട്ടെ നമ്മൾ അത്രയും വീഡിയോ എടുത്തു, എന്തുമാത്രം വീഡിയോ എടുത്തിട്ടുണ്ട്. ലച്ചുനും പാറും എനിക്ക് അഭിനയിക്കാൻ അറിയാം. ഒരു ഫോട്ടോഷൂട്ടിന് വന്നപ്പോൾ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. കേട്ടോ, പാറുവിന് കരച്ചില്ല. അടുത്ത ഉടുപ്പിട്. അപ്പോൾ ഒരുവിധം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഇനി ഉടുപ്പ് മാറിയിട്ട് അടുത്ത ഉടുപ്പിട്ടിട്ട് എത്ര ഉടുപ്പ് മാറണോടോ? ചില സമയം പറയുന്നില്ല. പിന്നെ അവനോട് പോയി 2-3 ഫോട്ടോസ് എടുക്കണം. കുഞ്ഞിനിച്ച് വെള്ളം കൊടുക്കുക, ചൂടുവെള്ളം കൊടുക്കുക. അയ്യോ, കുഞ്ഞുങ്ങളല്ല ക്ഷീണിക്കുക, നമ്മളാ ക്ഷീണിച്ചേ. ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു. ആ പാടാണല്ലോ മക്കളെ. അല്ല, ലച്ചുനൊക്കെ അറിയാം. ലച്ചുനൊക്കെ മനഃപൂർവ്വം നമ്മളെ വട്ടാക്കുന്നതാ. എനിക്കത് മനസ്സിലായി. പാറുവിനും അറിയാം, പാറു മനഃപൂർവ്വം വട്ടാക്കുന്നത്. സമയമില്ല, ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ലച്ചുടെ ഓടി വാ. ഇരുട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ സമയം ഒരുപാട് വൈകി, ബെല്ലടിച്ചു. അപ്പോൾ നമ്മൾ പള്ളി വെച്ചാണ് ഫോട്ടോ എടുത്തത്. അപ്പോൾ സമയം ഒരുപാട് വൈകിപ്പോയി. നമ്മളിപ്പോൾ ബാക്കി ഫോട്ടോസ് നാളെ രാവിലെ എടുക്കാൻ തീരുമാനിച്ചു, അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പം അപ്പോൾ പിന്നെ ബാക്കി ഫോട്ടോസ് നാളെ രാവിലെ മുടിയെടുക്കുമ്പം അമ്പലത്തിൽ വെച്ച് എടുക്കാൻ തീരുമാനിച്ചു. ഇപ്പം സമയം ഒരുപാട് വൈകിപ്പോയി. അതുകൊണ്ട് നമ്മൾ നിർത്തുവാണ്. പാ നാളെ രാവിലെ 8:30 എടുക്കാം. അടിപൊളിയായിട്ട് അല്ലേ? ഫോട്ടോ